അതിൽ നിന്ന് ഒരു ഉറുപ്പിയെടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. വാപ്പ എറിയാനുണ്ടോങ്ങുമ്പോൾ ഒറ്റപ്പിടുത്തം പിടിച്ച് കയ്യിൽ നിന്നാണ് എറിയരുത് വാപ്പ എന്ന് പറഞ്ഞത്. ഒരു മോന് വളർന്നു വന്നപ്പോൾ വാപ്പ മോനോട് പറഞ്ഞു, ഭയങ്കര അലസനാണ് ഇവന്, കിടന്നിങ്ങനെ ഉറങ്ങും, ഒന്നിലും ശ്രദ്ധയില്ല, ജോലി നോക്കൂല. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും ഒരു ഉറുപ്പ്യ ഇവിടെ കൊണ്ടുവന്ന് തന്നാലേ ഇവിടുന്ന് ചിലവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലവിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്കാണ് ഇവനെ ഭയങ്കര സ്നേഹം, ആകെയുള്ളൊരു കുട്ടിയല്ലേ, അതെ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉമ്മ എന്നും ഒരു ഉറുപ്പ്യ എടുത്തിട്ട് കൊടുക്കും. വാപ്പ അത് വാങ്ങും, നേരെ പറമ്പൊക്കെ എറിയും. അവന് പ്രശ്നമൊന്നുമില്ല, അവൻ പോവും, കഴിക്കും, കുടിക്കും, ഉറങ്ങും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും തരാനില്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി. അതിൽ നിന്ന് ഒരു ഉറുപ്പിയെടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. വാപ്പ എറിയാനുണ്ടോങ്ങുമ്പോൾ ഒറ്റപ്പിടുത്തം പിടിച്ച് കയ്യിൽ നിന്നാണ് എറിയരുത് വാപ്പ എന്ന് പറഞ്ഞത്. അത്രയും ദിവസത്തെ പണത്തിന് മൂല്യം അവന് തോന്നിയിട്ടില്ല. ഇപ്പോൾ അത് മൂല്യം തോന്നുന്നത് അത് അവൻ്റേതായതുകൊണ്ടാണ്. അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ അവന് അതിൻ്റെ മൂല്യം മനസ്സിലായി. അതുവരെ യഥാർത്ഥത്തിൽ ഉമ്മ നൽകുന്നതാണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ ഒരു വേദന പോലും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ ദിശയിൽ ആ പണം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. അതെ, ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനും ഇച്ഛക്കൊക്കെ അനുസരിച്ചായിരിക്കും പണത്തിൻ്റെ മൂല്യം. നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വില വലിയ വിലയാവില്ല. പക്ഷേ ഭാര്യക്കോ മക്കൾക്കോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് എന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല ബില്ലടക്കുമ്പോൾ. പക്ഷെ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ലിസ്റ്റും സംഗതിയും ഭയങ്കര പൈസയായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലവാക്കുന്ന ഒരു നാണയത്തൊട്ട് അതിവിടെ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു, അത് ഏത് നിലക്ക് വർക്കൗട്ടാകുന്നു, അതിന് നമുക്ക് എന്ത് കൂലി കിട്ടുന്നു എന്നതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.